ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞല്ലോ, ബഹുമാന്യനായ വട്ടിയൂർക്കാവ് MLA അദ്ദേഹം മേയറായിരുന്ന സമയത്ത് ഇതേ സമാനമായ വിഷയമുണ്ടായി. നഗരസഭയുടെ ജീവനക്കാർ ഇതിനകത്തേക്ക് കടന്നു വരുമ്പോൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന, അവരെ തടഞ്ഞു വെക്കുന്ന, അവർക്കെതിരെ പരാതിയുമായി കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് നമ്മുടെ മുന്നിലെ അനുഭവമാണ്. നിങ്ങൾ പ്രശാന്ത് MLA അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ സ്വാഭാവികമായിട്ടും ഇടപെട്ട് ആ വിഷയത്തെ പരിഹരിച്ചിട്ടുണ്ടാകാം. പക്ഷേ അത്തരം അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ ഒരു കാര്യം, റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലം എല്ലാ അധികാരവും എല്ലാ ചുമതലയും അവർക്ക് തന്നെയാണല്ലോ. ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ റെയിൽവേക്ക് എങ്ങനെയാണ് കരുതുന്നത്? അവർക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങൾക്കൊരു സഹായം വേണം, ഞങ്ങൾക്ക് നഗരസഭയുടെ കൂടെ പിന്തുണ വേണം, നഗരസഭ സ്വാഗതം ചെയ്യും, ഒരു സംശയവും വേണ്ട. ഇത് ഇപ്പോൾ ADRM പറഞ്ഞത് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ADRM പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നഗരസഭ അങ്ങോട്ട് പെർമിഷൻ ചോദിച്ചിട്ടില്ലെന്നാ. നഗരസഭ റിട്ടേൺ ആയിട്ടല്ലേ ഈ റെയിൽവേക്ക് കൊടുത്തത്. റെയിൽവേയാണ് ഇത് ശുചീകരിക്കേണ്ടത്, റെയിൽവേ ഇത്ര ദിവസത്തിനകം അത് ശുചീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കഴിയില്ല, നഗരസഭ അത് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു റിട്ടേൺ ആയിട്ട് ഒരു തിരിച്ച് മറുപടിയെങ്കിലും അയക്കാത്ത. ഞാൻ ഫോൺ വിളിച്ചല്ലോ പറഞ്ഞത്. ഞാൻ ഫോൺ വിളിച്ച് ADRMനോടോ DRMനോടോ നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കണം എന്നല്ലല്ലോ പറഞ്ഞത്. നഗരസഭ എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും നോക്കി റിട്ടേണായി കൊടുത്ത ഒരു കത്ത് അല്ലെങ്കിൽ ഒരു നോട്ടീസ്, ഒരു പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടിയിലേക്ക് പോകുന്ന തരത്തിലേക്കുള്ള ഒരു നോട്ടീസ്, ആ നോട്ടീസിന് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾക്ക് പരിമിതിയുണ്ട്, നഗരസഭ ഞങ്ങളെ സഹായിക്കാമോ എന്ന് റിട്ടേണായി മറുപടി ഉണ്ടോ? അങ്ങനെയല്ല. 15-ലും 17-ലും 19-ലും കോർപ്പറേഷനാണ് ഈ തോട് വൃത്തിയാക്കിയിരിക്കുന്നത്. ഇത്തവണ കോർപ്പറേഷന് ചില അവസ്ഥകൾ വെച്ചപ്പോൾ ഞങ്ങൾ നല്ല മനസ്സോട് മാത്രം ചെയ്ത അങ്ങനെയൊന്നുമല്ല. കളക്ടർ യോഗത്തിനകത്തെയും അതുപോലെ ബഹുമാന്യനായ മന്ത്രി പങ്കെടുത്തിട്ടുള്ള വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിനകത്തെയും മിനിറ്റ്സ് ഒക്കെ പരിശോധിക്കാമല്ലോ. കോർപ്പറേഷൻ എവിടെയും കോർപ്പറേഷന്റെ ചുമതലകളിൽ നിന്ന് പുറകോട്ട് പോകാൻ ഒരു കാരണവശാലും ശ്രമിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ്. നമുക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു. നിങ്ങൾക്കറിയാലോ, ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന ഇത്രയും വലിയ ഒരു മഹോത്സവത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ഒരു നഗരസഭയിൽ. അതുകൊണ്ട് അതെ, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് ഇപ്പോൾ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, മെഡിക്കൽ കോളേജും അനുബന്ധ സ്ഥാപനങ്ങളും ചേർന്ന് വരുന്ന പ്രദേശത്ത് STP നിർമ്മിച്ചു കൊടുത്തത് നഗരസഭയാണ്. നഗരസഭ ഒരിക്കലും നഗരസഭയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കില്ല. നഗരസഭ അത് അമൃത് പദ്ധതി വഴി മെഡിക്കൽ കോളേജിന് STP നിർമ്മിച്ചു കൊടുത്ത നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. ഇപ്പൊ ഡ്രെയിനേജ് ഉൾപ്പെടെ ഇതിനകത്ത് വിട്ടിരിക്കുക. ഇപ്പൊ നമ്മളറിയാം, ഇന്നിപ്പോ നേരത്തെ നമ്മൾ ഇവിടെ ഈ പരിശോധനയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഈ ബിൽഡിങ്ങിലെ ബാത്റൂം, ഈ ബിൽഡിങ്ങിലെ ടോയ്ലറ്റ്, ആ ടോയ്ലറ്റിൽ നിന്ന് പോകുന്ന ഈ വേസ്റ്റ് വാട്ടർ ഉൾപ്പെടെ ഓപ്പണായി ഇതിലേക്ക് തുറന്നു വെച്ചിരിക്കുകയാണല്ലോ. നമുക്കിപ്പോൾ പരിശോധിക്കാമല്ലോ. നേരത്തെ കുറച്ച് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തല്ലോ. അതൊരു ബോധപൂർവമായ ശ്രമമല്ലേ? അതായത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന ഒരു മുൻധാരണയോടുകൂടി ബോധപൂർവമായ ശ്രമം റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് നഗരസഭയ്ക്ക് തീർച്ചയായും പരിശോധിക്കേണ്ടി വരും. ഈ സന്ദർഭം ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. ഒരു കാരണവശാലും ഈ വിഷയത്തിലൊക്കെ ഇതൊക്കെ നേരത്തെ ഇന്നലെ തന്നെ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും, ഞാനും ബഹുമാന്യനായ ഡെപ്യൂട്ടി മേയർ ഇവിടെയുണ്ട്, MLA ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ലെങ്കിൽ പോലും ഓരോ നിമിഷവും ഇവിടുത്തെ വിഷയം അദ്ദേഹം വിളിച്ചന്വേഷിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം ഇവിടെ എത്തുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് നമ്മളെ കൃത്യമായി ഇതിൻ്റെ ഫോളോ അപ്പ് എടുക്കുന്ന സാഹചര്യമുണ്ടായി. ഞങ്ങളെല്ലാം ഇവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതിൻ്റെ ഒറ്റ ഒരു കാരണം ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ നിൽക്കുന്ന അതിനാണല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അതിനുശേഷം ചർച്ച ചെയ്യാമെന്ന് വെച്ച് തീരുമാനിച്ച കാര്യമാണ്. ഇന്നലെ ഇവിടെ വരുമ്പോൾ, ഇന്നലെ ഇവിടുത്തെ പ്രാഥമികമായി ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനോടൊപ്പം നമ്മൾ സ്വാഭാവികമായും ഇത്തരം പരിശോധനകൾ നടക്കുമല്ലോ. ഇത്രയും വേസ്റ്റ് വരുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ അതിൻ്റെ പ്രാഥമിക പരിശോധന നടത്തുമ്പോൾ ഇന്നലെ തന്നെ ഇത് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഇത് പറയാതിരുന്നത്, ഇത് നിയമപരമായി നഗരസഭ മുന്നോട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും, അതിന് എല്ലാ നിയമസാധ്യതകളും നഗരസഭ ഉപയോഗപ്പെടുത്തും. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് എങ്ങനെയാണ് ഈ മാലിന്യം സംസ്കരിക്കുന്നതെന്നടക്കം നഗരസഭയെ ബോധ്യപ്പെടുത്താൻ റെയിൽവേ തയ്യാറായിട്ട് വരും. അത് മുൻകൂർ ജാമ്യം എടുത്തതാണ്. റെയിൽവേ തയ്യാറാകണം. ഇനി വരുന്ന ദിവസങ്ങളിൽ റെയിൽവേ ഇത് എങ്ങനെയാണ് ഈ ശുചീകരണം നടത്തുന്നത്, ഈ മാലിന്യ സംസ്കരണം നടത്തുന്നത് എന്ന് നഗരസഭയെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല റെയിൽവേക്കുണ്ടാകും. അത് റിട്ടേണായി തന്നെ നാളെ തന്നെ റെയിൽവേ അറിയിക്കും എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു. അല്ലാതെ ADRMന് അറിയാത്തതുകൊണ്ടായിരിക്കും. ADRMന് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവില്ല. അല്ല, വെറുതെ നമ്മളൊരു വിഷയം ഉന്നയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അത് മുൻ മേയറായിട്ടുള്ള ശ്രീ VK പ്രശാന്ത് MLA അദ്ദേഹത്തിൻ്റെ കാലയളവിലാണ് ഈ വിഷയം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് റെയിൽവേക്ക് കൃത്യമായി നോട്ടീസ്, ഈ വർഷം മാത്രമല്ല റെയിൽവേക്ക് നമ്മൾ നോട്ടീസ് കൊടുക്കുന്നത്. തുടർച്ചയായി എല്ലാ വർഷത്തെ നോട്ടീസും വേണമെങ്കിൽ ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ്. എല്ലാ വർഷവും ഈ നഗരസഭയുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഉള്ളത് ഞാൻ ഹാജരാക്കാം. മുമ്പത്തത് വേണമെങ്കിൽ ഹാജരാക്കാം. കളക്ടറും കൊടുത്തിട്ടുണ്ട്. അതെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന നിലയിൽ
എല്ലാ വർഷവും റെയിൽവേക്ക് കൊടുത്തിട്ടുള്ള ഈ നോട്ടീസ് ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്. റെയിൽവേ അതിൽ ഇനി തുടർന്നുള്ള നടപടികൾ റെയിൽവേ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമാകും എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.